ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുകയും അവിടെ വെച്ച് വിജിലൻസിന്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസി. മുമ്പേ പറഞ്ഞില്ലേ, ഇതൊന്നും നടക്കത്തില്ല, ഗഡുക്കളൊന്നും കൃത്യമായിട്ട് നിങ്ങൾ അടച്ചിട്ടില്ല. ഒരാളെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കുന്നവനല്ലേ യഥാർത്ഥ സുഹൃത്ത്. എനിക്കെന്താ കൈക്കൂലി തരാൻ നോക്കുക. പക്ഷേ സഹായം കൈക്കൂലിയുടെ രൂപത്തിലായപ്പോ പറ്റിപ്പോയി. പാവം പയ്യന്റെ സഹായ കൈക്കൂലി കഥ. ഓർത്തോ, ഒരു ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഏതാനും സുഹൃത്തുക്കളാണ് ഇന്നത്തെ ടേക്ക് ഇറ്റ് ഈസിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഒരു പരിചയപ്പെടലാകാം. സബിൻ ദാസ്. പിന്നെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. ചോദിച്ചത് ഞാൻ, ഉത്തരം പറഞ്ഞ അവിടെ ക്യാമറ ചെയ്തു. ശില്പ, ഞാൻ കാലിക്കറ്റ് നിന്നാണ്. ഇവിടെ സബിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം. വീട് എവിടെയാണ്? എൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്, ശരിക്കും തിരൂർ. ഇതേ ആളെങ്ങനെയാണ്? ആള് ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ മുഖത്തൊരു മ്ലാനത കാണുന്നുണ്ടല്ലോ. കൂടെ വന്നിട്ടുള്ളവരാരൊക്കെ? എല്ലാരും കൂടെ വർക്ക് ചെയ്യണവരന്നെ. ആളെങ്ങനെയാ ഓഫീസിൽ? ഓഫീസില് കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ച് തരികടയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ടേക്ക് ഇറ്റ് ഈസിയിൽ പണി കൊടുക്കാന്ന് വിചാരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനത് ആപ്റ്റാണ്, അതുകൊണ്ട് കൊടുത്തു. ഇതിൽ ഇദ്ദേഹത്തിനെയാണ് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു പരിപാടി കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും മാറി മാറി ചോദിച്ചാലും സബിന് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ തലേദിവസം രാജു എന്നെ വിളിച്ച് പറഞ്ഞു, ഷാബു ചേട്ടൻ നല്ല മനുഷ്യനാണ്, അപ്പോൾ നീ എനിക്കാണെങ്കിൽ ടി വിയിലൊക്കെ വരാൻ വലിയ താല്പര്യമുണ്ട്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, പിന്നെ ഇങ്ങനെ ഒന്ന് അഭിനയിച്ചേക്കും എല്ലാ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം. ഇത് പെട്ടുപോയാണ്. എനിക്ക് എങ്ങോട്ടാണെന്നുള്ള എനിക്ക് അവസാനം വരെ പിടികിട്ടിയില്ല. ഞാൻ കണ്ണൂർ, വിയ്യൂര്, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ അന്ന് ശരിക്കും മനസ്സിൽ കണ്ടു. അപ്പോൾ അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരാരും കണ്ടിട്ടില്ലല്ലോ അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിർത്ത്, ഇവിടെയാണ് ബിൽഡിംഗ് മാറിയതാ. എന്താ സംഭവിച്ചല്ലോ, ഏട്ടൻ്റെ ഒരു ഡെപ്റ്റ് ഉണ്ടായിരുന്നു, ഏട്ടൻ നാട്ടിൽ പോയിക്കുക, അതൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. നീ വീടല്ലേ? അതെ, എന്താ സംഭവിച്ചത് ഒന്ന് കേട്ടെ. എന്താ സംഭവിച്ചത്, ആളൊരു മൊരടനാണെന്ന് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞു ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഡെപ്റ്റ് എഴുതി തള്ളിയതാണ്. ചേട്ടൻ്റെ ഒരു ഡെപ്റ്റ് ഉണ്ട് എഡ്യൂക്കേഷനുണ്ട്. വെളിയിപ്പൊക്കെ പണിയില്ലേ? സർ, ഒരു നിമലിന്റെ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു, പ്രോപ്പർട്ടിയുടെ ഡെപ്റ്റ് ആയിരുന്നു. അത് ഞാൻ പറയില്ലേ, മുമ്പേ പറഞ്ഞില്ലേ, ഇതൊന്നും നടക്കത്തില്ല, ഗഡുക്കളൊന്നും കൃത്യമായിട്ട് നിങ്ങൾ അടച്ചിട്ടില്ല. അല്ല, അത് തന്നെ ശരി, ഇതൊന്നും നിങ്ങൾ പറ്റത്തില്ല സർ. അത് ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടിയുടെ. ഒന്നും പറ്റില്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ എന്താണ്? സർ, സെറ്റിൽ ചെയ്ത് ഒന്നും നടക്കത്തില്ല. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ആങ്ങളല്ലേ, ആങ്ങളെ അവിടെ നിന്ന് വന്ന് എല്ലാം ക്ലിയർ ചെയ്യാതെ ഒരു നടപടി നടക്കും. ഞാൻ ഒന്ന് ബ്രദറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു. എന്താണോ ഇതൊക്കെ? ഞാൻ പറഞ്ഞായിരുന്നു സാർ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ സാർ. അത് ചേട്ടൻ്റെ ഒരു ഡെപ്റ്റ് ആണ്, അത് ക്ലോസ് ചെയ്തതാണ്. കുറച്ചും കൂടി എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് കിട്ടണം. ഇയാളിപ്പോൾ പറയണത് പ്യൂൺ സംസാരിച്ചതാണ് ചേട്ടൻ്റെ അടുത്ത്. അന്നപ്പം എന്താ പറയുക, ഇത്ര കൊടുത്താൽ മതി എന്നാണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് കരുതി വന്നത്. ഞാൻ അതുകൊണ്ടാണ് രാജുവിനെയാണ് വിളിച്ചത്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അതുകൊണ്ടപ്പം നിന്നെ വിളിക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞത്. ഓക്കെ, നീ പറഞ്ഞു.
ഇതൊന്ന് പിടിച്ചേ ബസ്. 2 3 ബാക്കിയൊക്കെ നിമ്മല് സംസാരിച്ചല്ലേ? നിങ്ങള് സംസാരിച്ചു. ഇതപ്പോൾ അയാൾ വന്ന് പറഞ്ഞല്ലേ, ചേട്ടൻ സംസാരിച്ചതാ. ഞാൻ സംസാരിക്കണ്ടായിട്ടില്ല. ഞാൻ അവിടെ നിൽക്കാം, എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇത് നോക്കി കഴിഞ്ഞിട്ട് മതിയെന്നാണ് സാറ് പറഞ്ഞത്. സാറേ ഇത് നമ്മുടെ നിമലിന്റെ കൂട്ടുകാരനാണ്, അതിനോട് അയാൾ ബാംഗ്ലൂർ പോയത്. എന്താ വേണ്ടത്? എങ്ങനെയായിരുന്നു റെഡിയാക്കണത്? അല്ല ഇതെന്താണ് എന്ത് റെഡിയാക്കുന്ന കാര്യമാണ് പറയുന്നത്? എനിക്കെന്താ കൈക്കൂലി തരാൻ നോക്കുകയാണ്? അല്ല ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു വിട്ടായിരുന്നല്ലോ ഇത് നടക്കത്തില്ലാത്ത കേസാണ്. ഒരു പണി ചെയ്യാം, എന്നെ കൊടുക്കാനുള്ള പരിപാടിയല്ലേ? അല്ല ഈ കൈക്കൂലിയൊക്കെ നിന്ന് വിജിലൻസിന് കൊടുക്കാനുള്ള പരിപാടിയല്ലേ എന്നെ? അത് കൊള്ളാം നല്ല. ഹലോ സാറേ, വാ സാറേ, സാറ് വാ. എന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ എന്നോട് പറയരുത് ഇത് പിന്നെ ഞാൻ ചെയ്ത് തെറ്റാണ്. നിങ്ങൾ പിടിച്ച് എന്നെ എന്താ സംഭവം? എനിക്ക് കൈക്കൂലി തരാൻ നോക്കുന്നു. വിജിലൻസിനെ വിളിച്ചു വരുത്താനുള്ള പരിപാടിയിലൊക്കെയാണ്. ഇല്ല സാർ, കൈക്കൂലി കൊടുക്കാൻ നോക്കില്ല. ഒന്നുമില്ല, ഇത് കാര്യം ഉണ്ടായത് നടക്കുമെന്ന് വെച്ചോളൂ, വേറെ ഒന്നുമില്ല. കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം ഇല്ല, കൊടുത്തില്ല. കൊടുത്തില്ല? കൈക്കൂലി വെച്ചില്ലേ? തിരിച്ചു പോകലിലേക്ക് വെച്ചു. ഇല്ല സാർ, കൊടുക്കാൻ വേണ്ടിയൊന്നുമില്ല, കൈക്കൂലി വെച്ചിട്ടല്ലേ. പൈസ വെക്കും മിസ്റ്റർ. ഇല്ല സാർ, അങ്ങനെ കൈക്കൂലി ഇട്ട് എനിക്ക് എന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യണം പ്ലീസ്. പൈസ വെക്കൂ. ഇല്ല സാർ, കൈക്കൂലി കേസൊന്നും ആക്കുന്നത് സാർ. അറിയാം, എനിക്ക് കുടുംബമുള്ളതാണ്. എനിക്ക് കുടുംബമൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി. വീട് എന്നോട് കോഴിക്കോട് സാർ. കോഴിക്കോട്. ഐ ഡി കാർഡുണ്ടോ? സബിൻ ദാസ്. കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാന്ന് അറിഞ്ഞൂടെ? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരാണ്. എൻ്റെ കൂട്ടുകാരന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു. ഞാൻ ആദ്യമായിട്ട് ഇനി ഓഫീസിലേക്ക് വരണം. ഒരു മാസത്തേക്ക് സാർ ക്ഷമിക്കണം സാർ, ആദ്യമായിട്ടാണ് ഞാൻ ഒരു സർക്കാർ ഓഫീസിലേക്ക് വരുന്നത്. സാർ എസ് ഐനൊന്നും വിളിക്കേണ്ട കാര്യമില്ല സാറേ, ഒരു തെറ്റ് പറ്റിപ്പോയി. ഒരു തെറ്റ് സാർ ക്ഷമിച്ചൂടെ? കുറച്ച് പിടിക്കാം. പൈസ കൊടുക്കാൻ ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവമാണ്. ഇതെല്ലാം ഇവരെല്ലാവർക്കും കാശ് കൊടുക്കണം, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പൈസ വല്ലതും ഉണ്ടോ കയ്യിൽ? പൈസ വല്ലതും ഉണ്ടോ? അല്ല, എത്ര രൂപ ഉണ്ട്? ഇനി അയാൾ കയറി വരാം, മീശക്കാരൻ കയറി വരും. കൂളായിട്ട് അയാൾ കൈ കൊടുക്കുക. സാർ ഈ പ്രശ്നം സോൾവ് ചെയ്യണം പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ കയറാം. എല്ലായിടത്തും നടക്കുന്നതാണ്. 2000 രൂപ കയ്യിലോട്ട് കൊടുത്തേ. ധൈര്യമായിട്ട് കൊടുക്കുക, ധൈര്യമായിട്ട് കൊടുക്കുക. ഒരു വിഷയം വരത്തില്ല. ഞാനല്ലേ പറഞ്ഞത്. മറ്റേ ഇവിടെ ഇരുന്ന സാറല്ലേ, അയാൾ ഭൂലോക കള്ളനാണ്. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ പൈസ കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ അന്നേരം അത് എന്നെ ദൈവം ഇത് ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾക്ക് ഇതാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഈ സാധനം അയാളുടെ കയ്യിൽ ധൈര്യമായിട്ട് വെച്ച് കൊടുക്കുക. കയ്യിൽ തന്നെ ഉള്ള ചുമ്മാ മേശപ്പുറത്തോട്ട് വെക്കരുത്. ക്ഷയിക്കാൻ കൊടുക്കുന്ന പോലെ എൻ്റെ പൊന്നു സാറേ എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ള മട്ടിലിത് ഇങ്ങനെ കയ്യിലോട്ട് അങ്ങ് പിടിപ്പിക്കുക. പിടിയിട്ടില്ലേ? എന്നെ അനുഗ്രഹിക്കണം. പ്രശ്നം ഇതൊക്കെ എത്ര കണ്ടേക്കുന്ന. ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഇവിടെ നിൽക്കണ്ട. ഈ പുള്ളി പറഞ്ഞ പോലെ പിന്നെ കൂടുതൽ ചോദ്യം വരും. ഇറങ്ങിപ്പോ. ഇവന്മാർ രണ്ടും കൂടെ ഒത്തോണ്ടാ. ഇയാളും മറ്റേ വിജിലൻസിന്റെ ആളും കൂടെ ഒത്തോണ്ടാ ഈ പണിയല്ല. മനസ്സിലായോ? ഇവന്മാർ സ്ഥിരം പണി. ഇവനൊക്കെ പുഴുത്തിയാകുകയുള്ളൂ. ഓർത്തോ? അതിനകത്ത് ബാക്കിയുള്ളവന് 500 രൂപ മേടിച്ചു കഴിഞ്ഞാൽ എന്നാ പോകില്ലാന്നറിയോ? ഇനി 2000 പറഞ്ഞിട്ട് ഇത് പോരാന്ന് വല്ലതും പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ പൈസ എത്തിക്കാന്ന് പറഞ്ഞേക്കണം കേട്ടോ.
അയാൾ കാര്യം പിന്നെ റെഡിയാകാതിരിക്കും. ഞാൻ വിളി വെക്കാം സാർ. എന്താ പേരെന്താ? എന്തോ പേരെന്താ? എൻ്റെ പേരോ? എൻ്റെ പേര് വിനോദ്. പിയൂണാ? ആണ് സാർ. ഞാനങ്ങോ അതിലൂടെ കൊടുക്കും സാർ. അപ്പോ കേസൊന്നും ആക്കരുത്, പറ്റിപ്പോയി. ഞാൻ എന്താ വേണമെങ്കിൽ ചെയ്യാം. പെൺകുട്ടി ശില്പ. ശില്പ ആരവിടെ? നിങ്ങളുടെയാണ് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ? അതെ. ആണോ? നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇയാൾ കൈക്കൂലി തരാം? കൈക്കൂലി കൊടുക്കാണ്ടാണോ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ. കൈക്കൂലി കൊടുക്കാൻ കുറച്ച് 5 മിനിറ്റ് ആയുള്ളൂ. 5 മിനിറ്റ് ആയുള്ള 10 മിനിറ്റ് എനിക്കറിയണ്ട. നേരത്തെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ അവിടെ മാറിയിരിക്കുമായിരുന്നു. ഞങ്ങൾ കൊടുക്കണം എന്ന് വിചാരിച്ചതല്ല. നീ എന്തിനാ? ഞാൻ ആ ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുക? ചെയ്യാം, വല്ലതും ചെയ്തേ. വേറെ രക്ഷയില്ലല്ലേ? എനിക്ക് ചെയ്യും. നീ ഇത് വേറെ ഒരു സംഭവമാവോ എനിക്കറിയില്ല. എന്ത്? അത് എനിക്കിപ്പോ തരാനാ? നീ ഒരു വിജിലൻസ് ഓഫീസർക്ക് രണ്ടാമത് പിന്നെ കൈക്കൂലി തരാൻ പോവാണ്? സാർ, അതിന്റെ ബാക്കിയാണ്. കൈക്കൂലി അല്ല, നീ പൈസ പിടിച്ചേക്കാ. ഞങ്ങൾ എന്നെ പൊട്ടം കളിക്കാൻ വന്നാണ് വിചാരം. അല്ല സാർ, അതിന്റെ ബാക്കിയാണ്. നേരത്തെ അയാൾക്ക് കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്ന ബാക്കി കാശ്. ഞാൻ അവന്റെ കടയിൽ നടത്താൻ പൈസ മേടിച്ചാലും ബാക്കി മേടിക്കാൻ. നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ എന്തിനാ നിനക്കറിയോ? എന്തിനാ? കൈക്കൂലിക്കല്ലേ? ഞാൻ ആരാന്നറിയോ? ഓഫീസറാണോ? പിന്നെ എനിക്ക് നീ സാറേ കൈക്കൂലിയായിട്ട് തന്നില്ല. അതിന്റെ ബാക്കി കാശാണ്. ബാക്കി കാശ് പിന്നെ എന്നെ നീട്ടണ എന്തിനാ? എനിക്ക് നീട്ടുന്ന എന്തിനാ നീ? സാർ, ഞാൻ എന്ത് ചെയ്യണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ ഇവിടെ പോലീസാണ്? ഇയാളാരാ? ഇറങ്ങി പോ. പോലീസൊന്നും വിളിക്കണ്ട സാർ, അറിയാത്തോണ്ടാണ്. എന്നെ അനുഗ്രഹിക്കുന്നു. ഇയാള് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് സാർ. ഇയാൾക്ക് തൂങ്ങിച്ചാവോ? അതാണ് ശരി. കാര്യം നടക്കട്ടെ സാർ. അയാൾ പറഞ്ഞിട്ടാണ് 3000 രൂപ കൊണ്ടുവന്നത്. അവനെ പിടി, അവനെ പിടി, അവനെ പിടി. കൈക്കൂലി കൈക്കൂലി സാർ എവിടെത്തി? എൻ്റെ ഒരു കൂട്ടുകാർ. ഇത് ഇതുപോലൊരു പയ്യനാണെന്ന് കരുതിക്കൊണ്ടാണ് നിങ്ങളെ വെറുതെ വിടാൻ വേണ്ടി ഇരിക്കുകയാണ്. കൊടുത്തല്ലോ ഒഴിവോ? എനിക്ക് അറിഞ്ഞു. എഴുതിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് എഴുത. സാർ, ഇയാൾ പറയുന്നത് ഓക്കെ, ഞാൻ പറയുന്നത് എഴുത്. നിങ്ങൾക്ക് വേറെ വഴിയില്ല, എഴുത്. വിജിലൻസ് ഓഫീസർ. അതെ, ഇയാളെ വെളി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ എറണാകുളം. എന്താ പേരെന്താ പറഞ്ഞേ? സബിൻദാസ്. സബിൻദാസ്. ഫ്രം സബിൻദാസ്. വീട്ടുപേര് അഡ്രസ് എല്ലാം എഴുതും. എഴുതടോ. ഞാൻ എവിടെ? നിങ്ങളുടെ അഡ്രസ് എവിടെ? അതല്ല, ഞാൻ എൻ്റെ ബാക്കി. പഞ്ചായത്ത് ഏതാ? മംഗലം പഞ്ചായത്തിലെ എത്ര നമ്പർ വാർഡ്? 8-ാം നമ്പർ വാർഡിൽ. വീട് നമ്പർ അറിയോ? നമ്പർ വാർഡിൽ വീട് നമ്പർ എത്ര? എഴുത. 101 നമ്പർ വീട്ടിൽ. വീട്ടുപേര് എഴുതിക്കോ ബ്രാക്കറ്റിൽ. പയ്യനല്ലേ കൊപ്പല്ലേ നോക്കുന്നത്? എനിക്ക് കൈക്കൂല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നീ കൈക്കൂല വരാൻ നോക്കുന്നത്. അയാൾ എൻ്റെ അടുത്ത് ഫ്രണ്ടിന് പറയുന്നത് കൊടുത്തുള്ളൂ. ഞാൻ 24 വയസ്സുള്ള ചെറുപ്പക്കാരനല്ലേ നീ? നിങ്ങളെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട്
നമ്പർ വാർഡിൽ നിന്റെ പേര് എഴുതി. അച്ഛൻ്റെ പേരുണ്ടോ? എന്താ അച്ഛൻ്റെ പേര്? ബാലകൃഷ്ണന്റെ മകൻ സബിൻ ദാസ്. കുഴപ്പമില്ല, ബാക്കി പോട്ടെ. സാറേ അത് ചാനലുകാർ വന്നിട്ടുണ്ട് സാറേ. ആ ഇവിടെ ഇരിക്കേ. ചാനലും പോകും. താങ്ക് യു സാർ. ബാലകൃഷ്ണൻ മകൻ അല്ല എഴുതണം കേട്ടോ. മകൻ സാറിന്റെ പേര്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ മുമ്പാകെ. എത്ര രൂപ കൊടുത്തു? 3000 രൂപയാണ് സാറേ. 3000 രൂപ. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? കൈക്കൂലിയായി കൊടുത്തിരുന്നു. മാത്രമല്ല രണ്ടാമത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന് 1000 രൂപ കൈക്കൂലിയായി കൊടുക്കാൻ ശ്രമിച്ചു. ഈ സംഭവത്തിന് പിന്നിൽ ബാക്കി എഴുത. നിങ്ങളുടെ ഫ്രണ്ട്സോ? ആ എഴുത. ഫ്രണ്ട്സായ എഴുതൂ. എത്തിയോ എല്ലാരും എത്തിയോ അവിടെ? ചെയ്തതാണെന്നും താങ്കളുടെ വലത് ഭാഗത്ത് അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. പിന്നെ കരഞ്ഞ സീനൊക്കെ ഒഴിവാക്കിട്ടോ. അതെ, ആ ക്ലിപ്പ് കൊടുക്കുക. ഇന്നപ്പോ ഇത് എന്നാ ഷോ വരെ ആണോ? ആരും കാണാതിരിക്കാൻ പറയണ. യൂട്യൂബ് വഴി ഒരുവിധം ഈ ടെക്കി ആളുകളെല്ലാം ഇത് അപ്പൊ നശിപ്പിക്കും. ടെൻഷൻ വരുമ്പോ എനിക്ക് വരുന്നത് ഫുൾ ടൈം ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. കരഞ്ഞ എന്തിനാ? എന്റെ പൊന്നിയേട്ടാ, എന്റെ ജീവിതം അവസാനിച്ചു വിചാരിച്ചിരിക്കല്ലോ അവിടെ. പിന്നെ കരയാതിരിക്കും. അടുത്ത FIR എഴുതിയാൽ അടുത്ത എന്റെ സ്റ്റെപ്പ് ഈ സാറിന്റെ കാല് വീണ് അപേക്ഷിക്കുകയാണ്. സാർ വീട്ടിലറിയിക്കരുത്, സീനാണ്, ശിക്ഷിക്കണം എന്ന് പറയാൻ. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞത് നന്നായി. എനിക്കിതെന്റെ ജീവിതമായിരുന്നു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് ആയിരുന്നല്ലോ. അല്ല, ഈ ഒരിക്കൽ കൈക്കൂലി കൊടുത്തു, അവിടെ വിജിലൻസ് വന്ന് പിടിച്ചു. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്നുള്ള അറിയാമോ? അറിയാം. വിജിലൻസുകാർക്ക് എന്തിനാ കൈക്കൂലി കൊടുത്ത്? അല്ല, എൻ്റെ ആകെയുള്ള ധൈര്യം അവിടെ ആ പിയൂണായിരുന്നു. അതായത് ഞാൻ പറയട്ടെ, ഈ നാടകാചാര്യൻ NN പിള്ള എന്നൊക്കെ പറഞ്ഞാൽ ഈ പണി കൊടുക്കൽ ആചാര്യൻ, അയാൾ ഭയങ്കരമായിട്ടാണ്. കാരണം അയാളായിരുന്നു ഞാൻ വിശ്വസിച്ചത്. ഞാൻ വന്ന സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു 3000 രൂപ എടുത്ത് ഈ ഓഫീസർക്ക് കൊടുക്കണം, പിന്നെ ആവശ്യം വരികയാണെങ്കിൽ 2000 രൂപ എടുത്ത് വിജിലൻസ് ഓഫീസർ കൊടുക്കണം. ഓക്കെ, ഇയാൾ പരിചയമുള്ള ആളാണ്. പരിചയമുള്ള ആളാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പം ഞാൻ ഓക്കെ ആ ധൈര്യത്തിലാണ് പോയത്. അത് കഴിഞ്ഞ് അടി വീണല്ലോ. അടി വീണ് കഴിഞ്ഞപ്പോൾ ഇയാൾ ആകെ കരച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം തമാശയല്ല, ജീവിതം പോയി. വേറെ നിവൃത്തിയില്ലല്ലോ, പിന്നെ കാലൊടിക്കല്ല, കണ്ണ് നിറഞ്ഞു. ഓ, ഇത് ഇവളൊക്കെ എന്താ അഭിനയം? പല ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ. ഇതിന്ന് 2 കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കിയത് ഗുണപാഠം. ഒന്ന്, ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയോ ഫ്രണ്ട്സ് വിളിച്ചാൽ ഒരിക്കലും ഒരു സാധനത്തിന് പോകരുത്, പ്രത്യേകിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരിക്കലും. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ 3000 രൂപ ഒന്നും കൈക്കൂലി വെച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല ഹെവി ഡീലിംഗ് ആണെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പെടും. ഉറപ്പാണ്, ജയിലിൽ ഉറപ്പാണ്. എന്നാലും കൈക്കൂലി കൊടുക്കരുത് എന്നുള്ള പാഠം പഠിച്ചില്ല. കൊടുക്കുന്നെങ്കിൽ വലിയ എമൗണ്ട് കൊടുക്കണമെന്നാണ് പഠിച്ചത്. അല്ല, അങ്ങനെ സാധാരണക്കാരൻ ചെന്നുള്ള അവസ്ഥ കണ്ടില്ലേ? ഇപ്പം ഞാൻ എങ്ങനെയായുള്ളൂ. മറ്റത് വല്ല ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മരിച്ചു പോയ എന്നാ സമയത്ത്. അപ്പോൾ പഠിക്കേണ്ട ഗുണപാഠം, വളഞ്ഞ വഴിയിൽ കൂടെ കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കരുത്.
ഒരാവശ്യത്തിന് ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഇവളാണ് ശരിക്കും വളഞ്ഞ വഴിയിലാണ്, കാരണം അവളാണ് അതൊക്കെ സെറ്റ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിലുള്ള സംഭവമായിരുന്നെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്തേന്? ഞാനിപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നത്, ഞാൻ പെട്ടുപോയെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കാരണം ഒരു നിവൃത്തിയില്ല. ഫോണെല്ലാം വാങ്ങിച്ചു വെച്ചല്ലോ ആദ്യം തന്നെ. ഫോൺ വാങ്ങിച്ചു, ആരും വിളിക്കാനില്ല. വിളിക്കുകയാണെങ്കിൽ പോകുന്നില്ലെങ്കിൽ ടിപ്പു ചേട്ടന്, എനിക്കിവിടെ എൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്ട്, ഞാൻ പറഞ്ഞത് ടിപ്പു ചേട്ടനാണ് അത്യാവശ്യം ഇവിടെ പിടിപാടുള്ളത്, അല്ലെങ്കിൽ രാജു, ഇവരിലാരെങ്കിലും ശ്രീരാജ്. അപ്പോൾ ഇത്രയും പേരിൽ ആരെങ്കിലും ഒരാൾ വിളിച്ചേനെ, പക്ഷെ വിളിക്കാൻ ഫോണില്ല കയ്യിലാണ്. പിന്നെ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. അവസാനം ഈ FIR എഴുതി കാലിൽ വീഴാന്നുള്ള ഒരു സ്റ്റെപ്പിലാണ് ഞാൻ. അത് കഴിഞ്ഞ് ജയിൽ അല്ല, അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യായിരിക്കും, ആരെല്ലാം അറിഞ്ഞു വരുമായിരിക്കുമല്ലോ. സംഭവം പറഞ്ഞ സബിനോട് എനിക്ക് സത്യം പറഞ്ഞാല് അതിനുശേഷം ഭയങ്കര. പക്ഷെ വേറെ കാര്യം, ഈ ഷോയിലൂടെ ഉണ്ടല്ലോ എൻ്റെ ഒരു ക്യാരക്ടർ അവർക്ക് മനസ്സിലായി. എന്നാ കാരണം ഞാൻ പെട്ട് കിടക്കുകയാണെങ്കിലും ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ എന്തായാലും പെട്ടല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടമായി പോയി. അവന് അത്രയും എന്നെ സേവ് ചെയ്യാനാ നോക്കിയത്. അപ്പം ഇതിന്റെ പ്രൊമോ കണ്ടിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. എങ്ങനെ? പ്രൊമോ കണ്ടിട്ടേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഇതിന്റെ പ്രൊമോ അങ്ങനെയാണല്ലോ, സബിൻ മരിക്കുമോ എന്നൊക്കെ പറഞ്ഞ ആ രീതിയാണല്ലോ. അമ്മ വെച്ച് നിന്നെ പറ്റിച്ചു എന്ന് കേട്ടല്ലോ നിന്നെ അവിടുത്തെ എറണാകുളത്ത്. ഞാൻ പറഞ്ഞു അതെല്ലാം അമ്മ പറ്റിച്ചല്ല, ഇതിപ്പോൾ ഇവിടുത്തെ ഫ്രീക്കന്മാരൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്ന ആളുകളെ. അല്ലെങ്കിൽ പണി തരിക, ഇതുപോലെ വിജിലൻസ് കൊണ്ട് പിടിപ്പിക്കുക, അല്ലെങ്കിൽ സരിതയുടെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറയാം, ഇതൊക്കെയാണ് ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങനെയാണല്ലേ, ഫ്രീക്കൻ അറിയില്ലല്ലോ, ഫ്രീക്കൻ ഐഡിയാസ് ഒന്നും അമ്മയ്ക്ക് അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ ഈ സൗഹൃദവും ഒരുമയെല്ലാം ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ടേക്ക് ഇറ്റ് ഈസിയുടെ പേരിൽ ആശംസിക്കുന്നു. ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഇതുപോലെ നിങ്ങൾക്കും ടേക്ക് ഇറ്റ് ഈസിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം കൂടുതൽ സൗഹൃദങ്ങളുമായി ടേക്ക് ഇറ്റ് ഈസിയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.